ലോകം കാണാനിരിക്കുന്ന വൻ മാറ്റങ്ങളെയും ദുരന്തങ്ങളെയും കുറിച്ച് പതിറ്റാണ്ടുകൾക്ക് മുൻപേ പ്രവചിച്ച ബാൽക്കണിലെ നോസ്ട്രഡാമസ് എന്നറിയപ്പെടുന്ന ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ വീണ്ടും തരംഗമാകുന്നു. 2026 സംബന്ധിച്ച് ബാബ വാങ്കയുടേതായി പ്രചരിക്കുന്ന പ്രവചനങ്ങൾ മനുഷ്യരാശി ഒന്നടങ്കം ഭയപ്പെടുത്തുന്നതും അമ്പരപ്പിക്കുന്നതുമാണ്. 2026 നവംബറിൽ മനുഷ്യൻ ആദ്യമായി അന്യഗ്രഹ ജീവികളുമായി സമ്പർക്കം പുലർത്തുമെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ പ്രവചനം. ഒരു കൂറ്റൻ ബഹിരാകാശ പേടകം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമെന്നും ഇതിൽ വിവരിക്കുന്നു. ശാസ്ത്രജ്ഞർ ഇതൊരു സാധാരണ ബഹിരാകാശ വസ്തുവാണെന്ന് പറയുന്നുണ്ടെങ്കിലും ബാബ വാങ്കയുടെ അനുയായികൾ ഇതിനെ അന്യഗ്രഹ പേടകമാണെന്നാണ് വിശ്വസിക്കുന്നത്. യുദ്ധത്തെക്കുറിച്ചാണ് ലോകത്തെ നടക്കുന്ന മറ്റൊരു പ്രവചനം. അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ വൻ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ 2026 അന്താരാഷ്ട്ര യുദ്ധത്തിലേക്ക് വഴിമാറുമെന്നാണ് ബാബ വാങ്ക മുന്നറിയിപ്പ് നൽകിയത്. നിലവിൽ ഗൾഫ് രാജ്യങ്ങളിലും തെക്കുകിഴക്കൻ ഏഷ്യയിലുമുള്ള സംഘർഷങ്ങൾ ഇതിന്റെ ആരംഭമാണെന്നാണ് സാമൂഹിക മാധ്യമങ്ങളിലെ വിലയിരുത്തൽ. 2026 പ്രകൃതിക്ഷോഭങ്ങളുടെ വർഷമായിരിക്കുമെന്ന് പ്രവചനമുണ്ട്. അതിശക്തമായ ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, മഹാപ്രളയം എന്നിവ ഒരേ സമയം ഉണ്ടായേക്കാം. ഭൂമിയുടെ 7 മുതൽ 8% വരെയുള്ള കരഭാഗങ്ങളിൽ ഈ ദുരന്തങ്ങൾ ബാധിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ആഗോള കാലാവസ്ഥാ വ്യതിയാനം ഇതിന് തെളിവായി പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ലോകത്തിന്റെ അധികാരം മുഴുവൻ ഏഷ്യയിലേക്ക്, പ്രത്യേകിച്ച് ചൈനയിലേക്ക് മാറുന്ന വർഷമായിരിക്കും 2026. പാശ്ചാത്യ രാജ്യങ്ങളുടെ സ്വാധീനം കുറഞ്ഞ് കിഴക്കൻ രാജ്യങ്ങൾ ലോകത്തെ നിയന്ത്രിക്കുകയും ചെയ്യുമെന്നും പറയുന്നു. ഇതിനൊപ്പം തന്നെ ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ വലിയ തകർച്ചയുണ്ടാകുമെന്നും ബാങ്കിംഗ് മേഖലകൾ പ്രതിസന്ധിയിലാകുമെന്നും ബാബ വാങ്ക പ്രവചിച്ചതായി പറയപ്പെടുന്നു. റഷ്യയിൽ നിന്ന് ലോകത്തെ മുഴുവൻ സ്വാധീനിക്കാൻ ശേഷിയുള്ള നേതാവ് 2026 ഉയർന്നു വരുമെന്നതാണ് മറ്റൊരു കൗതുകകരമായ പ്രവചനം. ലോക നേതൃത്വങ്ങൾ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ ഈ നേതാവ് നിർണായക ശക്തിയാകുമെന്നാണ് സൂചന. 2026 മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ പ്രധാന മേഖലകളിലും AI ആധിപത്യം സ്ഥാപിക്കുമെന്നും ബാബ വാങ്ക പ്രവചിക്കുന്നു. സഹായി എന്ന നിലവിട്ട് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്ന AI ബോട്ടുകളുടെ വരവായിരിക്കും ഈ വർഷം. ഇത് വലിയ തോതിലുള്ള തൊഴിലില്ലായ്മയെയും സാങ്കേതിക വിദ്യയിലെ ധാർമ്മിക പ്രതിസന്ധികളെയും കുറിച്ച് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. 2026 ശക്തമായ ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, കടുത്ത വെള്ളപ്പൊക്കങ്ങൾ എന്നിങ്ങനെ ഭൂമിയിലെ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്നും ബാബ വാങ്ക മുന്നറിയിപ്പ് നൽകുന്നു. ഭൂമിയുടെ കരഭാഗത്തിന്റെ 7 മുതൽ 8% വരെ ഇത് ബാധിക്കപ്പെടുമെന്നാണ് ചില വ്യാഖ്യാനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഭൂമിയുടെ താപനില വർദ്ധിക്കുകയാണെന്നും ഇത് വലിയ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണമാകുമെന്നും ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു. നിലവിലെ ലോക അധികാരി എന്ന പദവി US-ന് നഷ്ടപ്പെടും. ആഗോള ശക്തിയായി ഏഷ്യയിൽ നിന്നും ചൈന ഉയർന്നു വരും. ഇത് പുതിയൊരു ലോകക്രമം സൃഷ്ടിക്കും. ഇതോടെ പടിഞ്ഞാറൻ ആധിപത്യം അവസാനിക്കുകയും കിഴക്കിന്റെ ആധിപത്യത്തിന് തുടക്കം കുറിക്കുകയും ചെയ്യുമെന്നും ബാബ വാങ്ക മുന്നറിയിപ്പ് നൽകുന്നു. മാത്രമല്ല, ഈ അധികാരമാറ്റം ലോകത്ത് വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകും. ബാങ്കിംഗ്, കറൻസി വിപണി എന്നിവയുടെ തകർച്ച ഏതാണ്ട് ഒരു വർഷത്തോളം സാമ്പത്തിക അനിശ്ചിതാവസ്ഥയിലാകും ലോകമെന്നും ബാബ വാങ്ക മുന്നറിയിപ്പ് നൽകുന്നു. ഏറ്റവും ഒടുവിലായി 2026 റഷ്യയിൽ നിന്നും ഒരു ലോക നേതാവ് ഉയർന്നു വരുമെന്നും ബാബ വാങ്ക പ്രവചിക്കുന്നു. അതേസമയം ബാബ വാങ്ക സ്വർണ്ണവിലയെക്കുറിച്ച് നടത്തിയ പ്രവചനം അച്ചട്ടായി മാറിയിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് സ്വർണം വാങ്ങുകയെന്നത് ഏറെക്കുറെ അപ്രാപ്യമാവുന്ന നിലയിലാണ് സ്വർണ്ണവിലയുടെ കുതിപ്പ്. 2026 ആഗോള സമ്പദ് വ്യവസ്ഥ കടുത്ത സമ്മർദ്ദം നേരിടുമെന്നും അതിന്റെ ഫലമായി സ്വർണത്തിന്റെ ആവശ്യം വർദ്ധിക്കുമെന്നും ബാബ വാങ്ക പ്രവചിച്ചിരുന്നു. 2026 ആകുമ്പോഴേക്കും ആഗോള സമ്പദ് വ്യവസ്ഥ കൂടുതൽ അസ്ഥിരമാകും. പരമ്പരാഗത ബാങ്കിംഗ് സംവിധാനത്തിന് ഗണ്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചേക്കാമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ബാങ്കിംഗ് മേഖലയിലെ പ്രക്ഷുബ്ധത, കറൻസിയുടെ മൂല്യത്തകർച്ച, വിപണിയിലെ ലിക്വിഡിറ്റി കുറയൽ എന്നിവയാണ് ബാങ്കിംഗ് പ്രതിസന്ധിയുടെ ബാക്കിയെന്നും ബാബ വാങ്ക പ്രവചിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.